വചനോത്സവം ഓൺലൈനിലെ തിരുമുഖ ആരാധനയിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. ഇന്നേ ദിവസത്തെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയുടെ തിരുമുഖത്തെ ആരാധിച്ച് നമുക്ക് വിശ്രമിക്കാൻ പ്രവേശിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം മത്തായി എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം. ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുഴയിൽ ശേഖരിക്കുന്നുമില്ല, എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. സ്നേഹം നിറഞ്ഞവരെ, ഇവിടെ ഈ സുവിശേഷ ഭാഗത്തിലൂടെ, വചനത്തിലൂടെ ഈശോ പക്ഷികളെ പറ്റിയും ഒക്കെ സംസാരിക്കുകയാണ്. അവരുടെ ജീവിതത്തെ പറ്റി സംസാരിക്കുകയാണ്. അവർ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, ഒന്നും തന്നെ ശേഖരിക്കുന്നുമില്ല. അവർ അങ്ങനെ ഒന്നും ഒരു അധ്വാനം ജീവിതത്തിന് വേണ്ടി അവർ കൊടുക്കുന്നില്ല. എങ്കിലും അവർക്ക് ആവശ്യമായതെല്ലാം ഈ ഭൂമിയിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെക്കാൾ എത്രയോ താഴെയുള്ളവരാണ് പക്ഷികളും മൃഗങ്ങളുമൊക്കെ. പക്ഷെ അവർക്കൊക്കെ ജീവിക്കുവാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഭൂമിയിൽ പിതാവായ ദൈവം ഒരുക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈശോ പറയുകയാണ്, ഈ പക്ഷികളെക്കാട്ടിലും മൃഗങ്ങളെക്കാട്ടിലും ഏറ്റവും വലിയ വിലയുള്ളവരാണ് നിങ്ങൾ മനുഷ്യര്. അപ്പൊ നിങ്ങളുടെ കാര്യങ്ങൾ അതിലധികമായിട്ട് ദൈവം നോക്കുകയില്ലേ? അപ്പം അവിടെ ഈശോ പഠിപ്പിക്കുന്ന ഒരു ആത്മീയമായ സ്വഭാവം ഇതാണ്: ദൈവത്തിൽ പൂർണ്ണമായിട്ടുള്ള ആശ്രയം. ദൈവത്തിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ആശ്രയം, അത് ആവശ്യമുള്ളപ്പോൾ മാത്രമല്ല, എപ്പോഴും ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും പിതാവായ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക എന്നുള്ളത്, നമ്മുടെ ജീവിതം മുന്നോട്ട് ദൈവം കൊണ്ടുപോകും എന്നുള്ള പൂർണ്ണമായ ഒരു ആശ്രയ ബോധത്തിൽ ജീവിക്കുക എന്നുള്ളത്, അതൊരു കൃപയാണ്. ആ ഒരു ബോധ്യത്തിൽ ജീവിക്കുക എന്നുള്ളത് വലിയ കൃപയാണ്. വിശുദ്ധം നിറഞ്ഞവരെ, ഒരു ഗാനത്തിന് ഈരടിയോടുകൂടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കർത്താവേ, വലിയ ദൈവാശ്രയ ബോധം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് ഈശോയോട് പാടി പ്രാർത്ഥിക്കാം. ദൈവമേ, നിൻ
സ്നേഹം നിറഞ്ഞവരെ, ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ ഓരോരുത്തരും വലിയ വിലയുള്ളവരാണ് എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മളത് മനസ്സിലാക്കുന്നില്ല. നമ്മുടെ വില നമ്മുടെ മനുഷ്യരുടെ മുൻപിലും ലോകത്തിൻ്റെ മുമ്പിലുമാണ് നമ്മളത് മാർക്കറ്റ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ മുമ്പിലുള്ള വിലയെപ്പറ്റി ചിന്തിക്കാറില്ല. പക്ഷേ നമ്മൾ അങ്ങനെ ചിന്തിക്കണം. ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രമേ നമ്മുടെ വില വെക്കേണ്ട കാര്യമുള്ളൂ. നമ്മൾ വലിയ വില നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ മുമ്പിൽ വിലയുള്ളവരായിരിക്കുന്ന നമ്മളെ ദൈവം സംരക്ഷിക്കും എന്നൊരു ബോധ്യം നിറയും. നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ വിലയുള്ളവരാണ് എന്ന ബോധ്യം നമുക്കുണ്ടെങ്കിൽ ദൈവം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള വലിയൊരു ബോധ്യം നമുക്കുണ്ടാവും. നമ്മുടെ കണ്ണുകളും നമ്മുടെ ഹൃദയവും ബുദ്ധിയും ദൈവത്തിൻ്റെ മുമ്പിൽ എന്നതിനേക്കാൾ ഉപരി ലോകത്തിൻ്റെ മുമ്പിൽ വില കണ്ടെത്തുവാൻ പരിശ്രമിക്കുന്നത് കൊണ്ടാണ് നിരാശ നിറഞ്ഞ ഒരു ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരിമാരെ, ഞാനും നിങ്ങളും വില കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ലോകത്തിലല്ല, മറിച്ച് പിതാവായ ദൈവത്തിൻ്റെ മുൻപിലാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളും വിലയുള്ളവരായതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ ദൈവം തീർച്ചയായിട്ടും നോക്കും എന്നുള്ളത് സത്യമാണ്. ഓരോന്നിനും ഓരോ വഴികൾ ദൈവം മുൻപിൽ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. സാഹചര്യമനുസരിച്ച് അതിങ്ങനെ തുറന്നു വരും. അതിലേക്ക് ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, മറിച്ച് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസിച്ച് മുന്നോട്ട് ജീവിക്കുക. ഈ ഒരു കൃപയ്ക്ക് വേണ്ടി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്ന സമയത്ത് നമുക്ക് യാചിച്ച് പ്രാർത്ഥിക്കാം. വലിയ ദൈവാശ്രയ ബോധ്യത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ വില കണ്ടെത്തുന്നവരായിട്ട് ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ